ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു എപ്പിസോഡിന്റെ റിവ്യൂയിലേക്ക് സ്വാഗതം. അങ്ങനെ നമ്മുടെ വിക്രമും പ്രകാശനും ആകെ ആഗ്രഹിച്ചിരിക്കുകയാണ്. എന്തായാലും നമുക്ക് അവിടം വരെ പോണം മോനെ. അവരങ്ങനെ സങ്കടപ്പെട്ട് കിരണും കല്യാണിയൊക്കെ ആകെ വിഷമിച്ച് കരഞ്ഞ് ഒരു കോലമായിട്ടിരിക്കായിരിക്കും. അവരുടെ മുമ്പിൽ പോയിട്ട് അവരുടെ വിഷമത്തിലൊക്കെ പങ്കെടുക്കുന്ന പോലെ കാണിച്ചിട്ട് ആ ഒരു സന്തോഷമൊക്കെ നമുക്ക് ആഘോഷിച്ചിട്ട് വരാടാ മക്കളെ എന്ന് പറയാണ്. അതിനെന്താച്ചാ നമുക്ക് പോകാം എന്ന് പറയാണ്. അപ്പൊ ഒരു കാര്യം ചെയ്യും, നമുക്കൊന്ന് ഇറങ്ങിയാലോ? നീ ഒരു കാര്യം ചെയ്യും, നന്നായിട്ട് റെഡി ആയിട്ട് വാ, നമുക്കൊന്ന് പോയി ആഘോഷിക്കാം. ചിലപ്പോ രാഹുലിന്റെ വക ചിലപ്പോ ട്രീറ്റും കാര്യങ്ങളൊക്കെ ഉണ്ടാവും കേട്ടോ എന്നൊക്കെ പറയാണ്. അങ്ങനെ വിക്രവും പ്രകാശനും കൂടി അവിടെ നേരെ സേന്റെ വീട്ടിലേക്ക് പോകാൻ തയ്യാറാവാണ്. അപ്പോഴേക്കും കിരണും കല്യാണിയും അതുപോലെ തന്നെ സോണിയും ആൽബി അങ്ങോട്ടേക്ക് എത്തുന്നുണ്ട്. വലിയൊരു കേക്ക് മേടിച്ചിട്ടാണ് കേട്ടോ വരുന്നത്. അവരെത്തുമ്പോ നമ്മുടെ രൂപ പറയണ്ട്, ഹാവോ നിങ്ങൾ അങ്ങോട്ട് എത്തിയാലോ, സമാധാനേ. ഇവിടുന്ന് രാഹുൽ അടി കിട്ടിയ പോലെ പാമ്പിനെ പോലെയാണല്ലോ പോയത്, അതുകൊണ്ട് അയാൾ നിങ്ങൾ ഇതിൽ ഉപദ്രവിക്കുന്നത് അത് പേടിയായിരുന്നു എനിക്ക് എന്ന് പറയുമ്പോ കിരൺ പറയണ്ട്, അതെ അതെ അമ്മ എന്ത് ടെൻഷനിലായിരുന്നു അറിയോ, നിങ്ങൾ എന്തിനാണ് അങ്ങോട്ട് വിട്ടത് ഇങ്ങോട്ട് വിട്ടതെന്നൊക്കെ ചോദിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അമ്മക്ക് സമാധാനമായല്ലോ, എന്തായാലും അവർക്കൊന്നും പറ്റിയില്ല, എങ്കിൽ നമുക്ക് ആഘോഷം തുടങ്ങിയാലോ. ഹരിയേട്ടാ ഞാൻ റെഡിയാണ്, തുടങ്ങിക്കോ എന്ന് പറയാണ്. അങ്ങനെ ആ വലിയ കേക്കൊക്കെ നിവർത്തി വെച്ച് മെഴുകുതിരിയൊക്കെ കത്തിച്ചിട്ട് എല്ലാരും വട്ടം ചൂടിട്ട് വട്ടം കൂടിയതിനു ശേഷം കേക്ക് മുറിക്കുക കേട്ടോ. ആ സമയത്ത് തന്നെയാണ് നമ്മുടെ പ്രകാശനും വിക്രവും കൂടിയിട്ട് അങ്ങോട്ടേക്ക് വരുന്നത്. എടാ മക്കളെ, ഇയാള് മരിച്ചിട്ട് ഇത്രയും വലിയൊരാള് മരിച്ചിട്ട് ഇവിടെ ആൾക്കാരും വലിയ ആൾക്കാരൊന്നും കാണുന്നില്ലല്ലോ എന്ന് പറയുമ്പോ, അച്ഛാ അയാൾ അങ്ങോട്ട് അമേരിക്കയിലൊക്കെ ആയിരുന്നില്ലേ, അയാൾക്ക് വലിയ ബന്ധുക്കളൊന്നും ഇല്ലല്ലോ, ആകെ ഉള്ളത് അയാളുടെ ഭാര്യയും മകനും മരുമകളും അതുപോലെ തന്നെ ആ രാഹുലാണ്. രാഹുൽ പിന്നെ അയാളുടെ വഴിക്ക് പോയല്ലോ, അയാൾ ചിലപ്പോ അകത്ത് ഉണ്ടാവുമായിരിക്കും. പിന്നെ അങ്ങനെ വലിയ ബന്ധുക്കളൊന്നും ഇല്ല ഇവർക്ക്, അതുകൊണ്ട് ചിലപ്പോ അകത്ത് ചിലപ്പോ എല്ലാരും ഉണ്ടാവുമായിരിക്കും, നമുക്ക് അകത്ത് കയറി നോക്കാന്ന് വിക്രം പറയാണ്. അങ്ങനെ പ്രകാശനും വിക്രവും കൂടി അകത്തേക്ക് കയറും കേട്ടോ. ഞെട്ടിപ്പോകാണ്, കുറെ ബലൂണും തോരണങ്ങളൊക്കെ തൂക്കിയിട്ടിരിക്കുന്നു. പ്രകാശൻ ചോദിക്കണ്ടേ, എടാ മക്കളെ ഇത് മരണ വീടാണോ അതോ വല്ല പിറന്നാളോ ഇതിൽ ആഘോഷിക്കുന്ന വല്ല വീടുവാണോ? എനിക്കും സംശയമുണ്ട് അച്ഛാ, ഇതെന്താ ഇങ്ങനെയൊക്കെ? ഇനി ചിലപ്പോൾ ഇതിൽ ആഘോഷം നടക്കാൻ വേണ്ടി ഇരുന്ന സമയത്തായിരിക്കും ഇയാള് മരിച്ചത്. അങ്ങനെ അവന് ചാൻസ് ഉള്ളൂ. നീ എന്തായാലും ആ റീത്ത് കൈ പിടിച്ചോ എന്ന് പറഞ്ഞ ആ റീത്തൊക്കെ ആയിട്ട് ഇങ്ങനെ വരുവാണ്. വരുമ്പോഴേക്കും ഞെട്ടിപ്പോകാണ്, അവിടെ എല്ലാരും കൈ അടിച്ചിട്ട് കേക്ക് മുറിച്ചുകൊണ്ടിരിക്കുക കേട്ടോ. പ്രകാശിനാകെ ഞെട്ടി നിൽക്കുന്നുണ്ട്. അങ്ങനെ കേക്കൊക്കെ പരസ്പരം കിരണും കല്യാണിക്കും അതുപോലെ തന്നെ സോണിക്കും ആൽബിക്കൊക്കെ നമ്മുടെ രൂപയും അതുപോലെ തന്നെ ചന്ദ്രസേനും കൂടി കൊടുക്കുവാണ്. വിക്രം പറയണ്ട, അച്ഛാ നമുക്ക് പണി കിട്ടിയെന്ന് തോന്നുന്നു, രാഹുൽ നല്ല 8ന്റെ പണിയാ നമുക്ക് തന്നിരിക്കുന്നത്, ചന്ദ്രസേന ഒന്നും പറ്റിയിട്ടില്ല അച്ഛാ, അയാള് വിചാരിച്ച പോലെ പ്ലാനിങ് ഒന്നും നടന്നില്ല, എന്നിട്ട് നമ്മളെയും കൂടി കുഴി കൊണ്ടുവരാൻ വേണ്ടി ഇവിടെ വരുത്തിച്ചു എന്ന് പറയാണ്. അതേടാ രാഹുലിനെ ഞാൻ കാണുന്നുണ്ട് എന്ന് പിന്നെ പറയണം. ശേഷം നമ്മുടെ സേന പറഞ്ഞ, ഇത് ആരാ വന്നിരിക്കണെന്ന് നോക്കിയേ, മോളെ കല്യാണി ആരാ വന്നിരിക്കണെന്ന് നോക്കിയേ, വന്നല്ലോ, അച്ഛന്റെ മരണവിവരം അറിഞ്ഞിട്ട് റീത്തൊക്കെ ആയിട്ട് വന്നിരിക്കുക. എന്നാലും വന്നതല്ലേ മോളെ, നമുക്കൊന്ന് സ്വീകരിച്ചിട്ട് അകത്തേക്ക് ഇരുത്താം. അതേ പ്രകാശ വിക്രം നിങ്ങൾ ഇവിടെ ഇരുന്നട്ടെ എന്ന് പറയാണ്. ആ സമയത്ത് ഞങ്ങള് പോകുവാണ്, അല്ല ഇവിടെ എന്തോ മരണം നടന്നു എന്നൊക്കെ. മരിച്ചു, ഞാനാ മരിച്ചത്, ഞാൻ ചന്ദ്രസേന്, നിന്നോട് പറഞ്ഞില്ലേ, രാഹുലാണ് പറഞ്ഞത്. ഞാൻ മരിച്ചടാ, ഇപ്പൊ നിക്കണത് ഞാൻ പ്രേതവാടാന്നൊക്കെ പറഞ്ഞ എല്ലാരും കളിയാക്കി ചിരിക്കുകയാണ്. പ്രകാശം പറഞ്ഞ, വിക്രം വാ നമുക്ക് പോകാം. അങ്ങനെ അങ്ങോട്ട് പോയാലോ, നിന്നെ ഞാൻ കാണാൻ നിക്കുവായിരുന്നടാ, കുറെ നാളായി നീ ഞങ്ങളുടെ പുറകെ നിന്ന് ശല്യപ്പെടുത്തണം, നിനക്കൊരു സമ്മാനം തരാൻ വേണ്ടി ഞാൻ നിക്കുവായിരുന്നു എന്ന് പറഞ്ഞിട്ട് നമ്മുടെ പ്രകാശിന്റെ മുഖം അടിക്കണ ഒരു രീതിയിൽ ഒരു നല്ലൊരു അടി വെച്ച് സേനം കൊടുക്കുക കേട്ടോ. ശരിക്കും പറഞ്ഞ പ്രകാശിന്റെ കിളി പോകുന്നുണ്ട്. കിരൺ ചോദിക്കണ്ടേ, അല്ല പ്രകാശ നിങ്ങൾ ഇതിനെ മുടി മൊട്ടടിച്ചിരിക്കുന്നത്? ചില ആൾക്കാർക്ക് അങ്ങനത്തെ ഒരു ചടങ്ങുണ്ടെന്ന് ഞാൻ കേട്ടിട്ടുണ്ട്, വേണ്ടപ്പെട്ടവർ മരിച്ചില്ല മുടി മൊട്ടടിക്കുന്നു, പക്ഷെ നിങ്ങളുടെ വേണ്ടപ്പെട്ടവരാരും അല്ലല്ലോ. നിങ്ങളുടെ ശത്രു കുറഞ്ഞു പോയതിന്റെ സന്തോഷത്തിൽ മുടി പഠിച്ചതായിരിക്കും അല്ലെ? എന്തായാലും നല്ല ഭംഗിയുണ്ട് നിങ്ങളെ കാണാൻ. ഈ മുടി കൂടി പഠിച്ചപ്പോഴേക്കും ശരിക്കും രാജകല തലയെ തിളങ്ങി നിൽക്കുന്നുണ്ടെന്നൊക്കെ പറഞ്ഞ് കളിയാക്കിച്ചിരിക്കുകയാണ്. അങ്ങനെ പ്രകാശനും വിക്രവും കൂടി അവിടെ നിന്ന് ഇറങ്ങുവാട്ടോ. പക്ഷെ നാണക്കേടായി, ആൽബി ഉണ്ടെന്ന സോണി ഉണ്ടെന്ന് അവരുടെ മുമ്പിൽ നാണക്കേടായി എന്നൊക്കെ വിക്രം പറയാണ്. നിനക്ക് മാത്രമല്ല എനിക്കും നാണക്കേടായി എന്നൊക്കെ പറയാണ്. ശേഷം അവരവിടെ നിന്ന് ഇറങ്ങിയിട്ട് നേരെ പോയ രാഹുലിന്റെ വീട്ടിലേക്കാട്ടോ. രാഹുല് വാതിൽ മുട്ടുമ്പോഴേക്കും സരിയും ഷാരിയാണ് വാതിൽ തുറക്കണത്. രാഹുൽ ഇവിടെ ഇല്ലേ എന്ന് ചോദിക്കുമ്പോ, ഇല്ല വന്നിട്ടില്ല, എന്താ? അല്ല അദ്ദേഹത്തിനൊന്ന് കാണാനായിരുന്നു. ഇതുവരെ ആരും വന്നിട്ടില്ല. ശരി, എവിടെയാ പോയിരിക്കണെന്ന് അറിയാവോ? അയാളെ പെങ്ങളുടെ വീട്ടിലെങ്ങാനും പോയതായിരിക്കും. അല്ല ഞങ്ങൾ അവിടെ പോയിരുന്നു. ആണോ, അവിടെ എന്തെങ്കിലും മരണം എന്തെങ്കിലും നടന്നോ പ്രകാശ എന്ന് ഷാരി ചോദിക്കുമ്പോഴേക്കും, പിന്നെ മരിച്ചു, ചന്ദ്രസേനൻ മരിച്ചു. സത്യമാണോ? അതെ സത്യമാണ്. നിങ്ങളൊരു കാര്യം ചെയ്യ്, റീത്ത ബൊക്കെ എന്തെടുക്കണ അവിടെ പോയിക്കോ. സത്യം തന്നെയാണോ? പിന്നല്ലാതെ, ഇത് നിങ്ങൾ എങ്ങനെ അറിഞ്ഞു? രാഹുൽ അന്ന് അങ്ങനത്തെ പറഞ്ഞതേ, ഞങ്ങൾ അവിടെ പോയി നേരിട്ട് കണ്ടതല്ലേ, ഞങ്ങൾ റീത്തും വെച്ചിട്ട് അങ്ങോട്ട് വരുന്നത്. അപ്പൊ രാഹുലിന്റെ കൂടെ ഇരുന്നിട്ട് ഒന്ന് കൂടിയിട്ട് പോകാൻ വന്നതാണ്. എടി മാളെ, അപ്പൊ പറഞ്ഞതൊക്കെ സത്യോടി, നമുക്കൊരു കാര്യം ചെയ്യാം, ഗ്ലിസറിനൊക്കെ കണ്ണിൽ ഒഴിച്ചിട്ട് നമുക്ക് അങ്ങോട്ടേക്ക് പോകാന്ന് പറയാണ്. ശരി അമ്മേ, സെറ്റ് എന്നൊക്കെ പറയാണ്. അങ്ങനെ പ്രകാശൻ വിക്രത്തോട് പറയണ്ടേ, നമുക്ക് പണി തന്നില്ലട്ടെ, ഇവർക്കൊരു പണി ഇരിക്കട്ടെ എന്ന് പറഞ്ഞിട്ട് പ്രകാശനും വിക്രം കൂടി അവിടെ നിന്ന് അങ്ങോട്ട് ഇറങ്ങി പോട്ടോ. ഷാരിക്കും സരിയുടെ ഒക്കെ സന്തോഷം കൊണ്ട് ഇരിക്കാൻ വയ്യ, ഇപ്പൊ തന്നെ റെഡി ആയിട്ട് അങ്ങോട്ടേക്ക് പോകാം എന്ന് പറഞ്ഞിട്ട് രണ്ടുപേരും കൂടെ അങ്ങോട്ട് ഇറങ്ങി.
ഷാരിയും സരയും കൂടി ആ സേനന്റെ ഡെഡ് ബോഡി കാണാം എന്ന് പറഞ്ഞിട്ട് അങ്ങോട്ട് അവരും ഒരു റീത്ത് മേടിച്ചിട്ട് അങ്ങോട്ട് പോകുന്നുണ്ട് കേട്ടോ. അപ്പൊ അവിടെ പോകുമ്പോഴേക്കും എടാ ഇവിടെ ആൾക്കൂട്ടൊന്നും ഇല്ലടാ, നിന്റെ അച്ഛനൊന്ന് വിളിച്ചു നോക്കിയുടെ മോളെ എന്ന് പറയാണ്. അങ്ങനെ സരു രാഹുലിന്റെ ഫോണിലേക്ക് വിളിക്കുന്നുണ്ട്. രാഹുൽ ദേഷ്യത്തോടു കൂടി വണ്ടി ഓടിക്കുന്നത് കൊണ്ട് തന്നെ ഷാരിയുടെ മൊബൈൽ സരയു വിളിക്കുമ്പോ ഫോൺ കട്ട് ചെയ്ത് കളയാണ്. അമ്മ അച്ഛൻ ഫോൺ കട്ട് ചെയ്തു, എനിക്ക് തോന്നണേ മരണ വീട്ടിലായിരിക്കും, അതിന്റെ വീഡിയോ ഒക്കെ അയച്ചിട്ട് നമുക്ക് അയച്ചു തരും. പക്ഷെ നമുക്ക് അന്ന് നേരിട്ട് കാണണ്ടേ ഈ കാഴ്ചകളൊക്കെ, നമുക്ക് അങ്ങോട്ട് പോയിട്ട് നേരിട്ട് കാണാം, എന്തായാലും അവരൊക്കെ കരയുമ്പോ നമുക്ക് സന്തോഷിക്കാലോ അമ്മേ എന്നൊക്കെ പറഞ്ഞിട്ട് രണ്ടുപേരും കൂടി അങ്ങോട്ടേക്ക് റീത്തൊക്കെ മേടിച്ച് പോവാണ്. അവരും ആകെ ഞെട്ടിപ്പോകാട്ടോ. നോക്കുമ്പോ ബലൂണും ആ തോരണങ്ങളൊക്കെ തൂക്കിയിട്ടിരിക്കുകയാണ്. അപ്പൊ സേന പറഞ്ഞിട്ട് ആ രൂപയും നോക്കിക്കേ അടുത്ത ആൾക്കാർ വന്നു എന്നെ കാണാനായിട്ട്. ആ ഇതാര് ഏട്ടത്തെയും സരിയോ, വാവാ കേറി വാന്ന് പറയാണ്. അല്ല ഇവിടെ അതെ നിങ്ങൾ അറിഞ്ഞ സത്യം തന്നെയാണ്, ചന്ദ്രസേന മരിച്ചു എന്നല്ലേ അറിഞ്ഞത്? അതെ അതെ അത് സത്യം തന്നെയാണ്, ദേ നിക്കണത് കണ്ടില്ലേ ജീവനോടെ. അല്ല രാഹുലേട്ടൻ അങ്ങനെ എന്തോ പറഞ്ഞു എന്ന് ഷാരി പറയുമ്പോ അതെ നീ ഒരു കാര്യം ചെയ്യ്, റീത്തൊക്കെ മേടിച്ചതല്ലേ, പോണ വഴിക്ക് രാഹുലിന്റെ നെഞ്ചെ തന്നെ നിങ്ങൾ വെച്ചേക്ക്, അവനെ ജീവിച്ചിട്ട് ഒരു കാര്യമില്ല എന്നൊക്കെ പറഞ്ഞിട്ട് അവര് കളിയാക്കി ചിരിക്കാണ്. സരിയു പറഞ്ഞിട്ട് എന്തിനാണ് ഇവിടെ നിൽക്കുന്നത്, വാ ഇറങ്ങി പോകാം എന്ന് പറയാണ്. അങ്ങനെ അവര് നാണം കെട്ട് ഇറങ്ങി പോണ്ട്. അതിനുശേഷം കാണിക്കുന്ന രാഹുലിനെയാണ്. രാഹുൽ വീണ്ടും അനസിനെ കാണാൻ പോയിരിക്കുകയാണ്. എന്തെങ്കിലുമൊക്കെ ഒരു പ്ലാൻ ഉണ്ടാക്കിയിട്ട് കിരണിനെയും കല്യാണിനെയും അതുപോലെ തന്നെ ചന്ദ്രസേനെയും ആ കുടുംബത്തിൽ എല്ലാവരും ഇല്ലാതാക്കണം എന്നൊക്കെ പറയാണ്. അനസ് പറയണ്ട് കുറച്ച് പൈസ ചെലവുണ്ട് സാറേ എന്ന് പറയാണ്. എടാ എന്റെ കയ്യിൽ പൈസയൊന്നും ഇല്ല, പക്ഷെ കാര്യം നടത്തി കഴിഞ്ഞാൽ ഞാൻ പൈസ തരാടാ, കാരണം രൂപയുടെയും അതുപോലെ തന്നെ അവരുടെ കുടുംബത്തിലെ എല്ലാവരുടെയും സ്വർണങ്ങളൊക്കെ വീട്ടിൽ തന്നെയുണ്ട്, കാര്യം നടന്നു കഴിഞ്ഞാൽ ആ സ്വർണങ്ങൾ എടുത്ത് ഞാൻ നിന്റെ കയ്യിലേക്ക് തരാടാ. സത്യമാണോ സാറേ? സത്യമാടാ, നീ എന്നെ വിശ്വസിക്ക്, ഞാൻ എപ്പോഴെങ്കിലും എന്തെങ്കിലുമൊക്കെ സംഭവത്തിൽ നിനക്ക് പൈസ തരാതിരുന്നിട്ടുണ്ടോ? ഇല്ലല്ലോ, അതുകൊണ്ട് നീ എന്നെ വിശ്വസിക്കടാ. നീ ഈ കാര്യത്തിൽ എന്നെ ഹെൽപ്പ് ചെയ്യണമെങ്കിൽ ഞാൻ ഒരുപാട് ഞാൻ നിനക്ക് പണവും സ്വത്തുക്കളും സ്വർണ്ണമായിട്ട് എന്ത് വേണമെങ്കിലും തരാമെന്ന് പറയാണ്. അങ്ങനെ അനസ് ആ കൊട്ടേഷൻ ഏറ്റെടുക്കുക കേട്ടോ. കിരണിനെയും കല്യാണിനെയും ചന്ദ്രസേനെയും രൂപേനെയും ആ കുടുംബത്തിൽ ആരൊക്കെ ഉണ്ട് അവരൊക്കെ ഇല്ലാതാക്കാനുള്ള കൊട്ടേഷൻ ഏറ്റെടുക്കുകയാണ്. പക്ഷെ ഈ ഒരു കൊട്ടേഷൻ നമ്മൾ നേരെ പോയി വീഴ നമ്മുടെ രാഹുലിന്റെ തലയിൽ തന്നെയാണ് കേട്ടോ. അത് മാത്രല്ല നമ്മുടെ മനോഹറിനെ കുറിച്ച് എന്തോ ചെറിയൊരു സത്യം സരയു അറിയുന്നുണ്ട്. വേറൊന്നുമല്ല, മനോഹർ ഫ്രോഡ് ആണെന്നൊന്നുമല്ല, പക്ഷെ എന്തൊക്കെയോ ഒരു ചെറിയൊരു സൂചന, മനോഹർ എവിടെയൊക്കെ ഒരു ചെറിയ സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഉണ്ടെന്ന് സരയു മനസ്സിലാക്കുന്നുണ്ട്. അന്നേരം കാർത്തികയുടെ ഭാഗമൊന്നും ഇനിയിപ്പോ അടുത്ത ആഴ്ച ഒന്നും കാണിക്കുന്നില്ല. ഇനിയിപ്പോ സരയുവിന്റെയും ഷാരിയുടെയും രാഹുലിന്റെ ഭാഗങ്ങളൊക്കെ തന്നെയാണ് ഈ ആഴ്ച മൊത്തം കാണിക്കുന്നത് കേട്ടോ. പിന്നെ പ്രൊമോ വന്നത് ആകെ തിങ്കളാഴ്ചത്തെ പ്രൊമോ മാത്രമേ അവർ കാണിച്ചിട്ടുള്ളൂ. ഷാരിയുടെയും സരയുവിന്റെയും പ്രൊമോ ഞാൻ പറഞ്ഞത് അവരുടെ ലൊക്കേഷനിൽ അവരുടെ വീട്ടിൽ അവർ നിൽക്കുന്നുണ്ട്. ആ ഒരു അടിസ്ഥാനത്തിലാണ് ഈ ഒരു എപ്പിസോഡിന്റെ റിവ്യൂ പറഞ്ഞത്. എന്തായാലും നമ്മുടെ ചന്ദ്രസേനെ വെച്ച കെണിയിൽ വീണിരിക്കുന്നത് രാഹുലും അതുപോലെ തന്നെ പ്രകാശനും വിക്രവും ഷാരിയും സരിയും ഒക്കെ തന്നെയാണ്. ഒരുപാട് ആഗ്രഹത്തോടെ വന്നിട്ട് അവര് ആ ഒരു സന്തോഷ വാർത്തോടെ വന്നിട്ട് നോക്കുമ്പോഴേക്കും ചന്ദ്രസേനൻ നല്ല സന്തോഷത്തോടെ ഇരിക്കണം. എല്ലാവർക്കും ദേഷ്യം വരുവാട്ടോ. എന്തായാലും നല്ല അടിപൊളി ഭാഗമാണ് ഈ ആഴ്ച മൊത്തം വരാൻ പോണത്. ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കല്ലേ. മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ഫ്രണ്ട്സ്. അതുവരെ ടേക്ക് കെയർ, ബൈ ബൈ.